മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവാദ അഭിമുഖത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ അപമാനിക്കുന്ന പരാമർശം താൻ നടത്തിയില്ല. പറയാത്ത കാര്യമാണ് ദ ഹിന്ദു പ്രസിദ്ധീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശം PR ഏജൻസി എഴുതി നൽകിയതാണെന്ന് ദ ഹിന്ദു വിശദീകരിച്ചു. കേസൻ എന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം നിർദ്ദേശിച്ചതെന്നും ഹിന്ദുവിന്റെ വിശദീകരണത്തിലുണ്ട്. വീഴ്ചയിൽ പത്രം ഖേദം പ്രകടിപ്പിച്ചു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത, ലീഡ് സ്റ്റോറി. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണെന്ന പരാമർശമാണ് വിവാദമായത്. താൻ പറയാത്ത കാര്യമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ദ ഹിന്ദു ദിനപത്രം സമ്മതിച്ചിട്ടും തെറ്റായ പ്രചാരണങ്ങൾ തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഇന്റർവ്യൂവില് ഞാൻ പറയാത്തൊരു ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിമുഖം വിവാദമായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രാധിപർക്ക് കത്തയച്ചിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ വിശദീകരണവും തിരുത്തും വേണമെന്നായിരുന്നു ആവശ്യം. അഭിമുഖത്തിന് അവസരമൊരുക്കിയ PR ഏജൻസി രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ദ ഹിന്ദുവിന്റെ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത് PR ഏജൻസി കേസൺ സമീപിക്കുകയായിരുന്നു. സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്ക് കേരള ഹൌസിൽ വച്ച് ദ ഹിന്ദു പ്രതിനിധി മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി. PR ഏജൻസിയുടെ 2 പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. 30 മിനിറ്റോളം നീണ്ട അഭിമുഖത്തിനു ശേഷം ഏജൻസിയുടെ പ്രതിനിധികളിൽ ഒരാൾ ബന്ധപ്പെട്ടെന്നും സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ അഭ്യർത്ഥിച്ചു എന്നുമാണ് ദ ഹിന്ദുവിന്റെ പ്രസ്താവന. മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് ഇയാൾ പറഞ്ഞത്. രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്നും ദ ഹിന്ദു വിശദീകരിക്കുന്നു. അതേസമയം വീഴ്ച സംഭവിച്ചതിൽ പത്രാധിപർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24.